ഇൽമ പഠിക്കാൻ വേണ്ടിയിട്ടങ്ങ് ഒരുങ്ങുകയാണോ? ഇൽമ പഠിച്ചോ വലിയ ആലിമാകുന്നു. വിശാലമായ ചരിത്രമാണ്. ചുരുക്കട്ടെ സഹോദരന്മാരെ, അവസാനമതാ ബിശ്റുൽ ഹാഫി അതേ ദർസിൽ ചെന്ന് ഇൽമ പഠിച്ച് വലിയ പണ്ഡിതനാവുകയാണ്, മഹാനാവുകയാണോ? എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നാട്ടുകാര് ബിശ്റുൽ ഹാഫിയെ കാണുമ്പോ മാറിക്കളയലാണോ? നാട്ടുകാർക്ക് ബിശ്റുൽ ഹാഫിയെ കാണുമ്പോ പേടിയാണോ? കാരണം അന്ന് റൗഡിയായിരുന്നല്ലോ, കള്ളുകുടിയനായിരുന്നല്ലോ. എന്നാൽ ഇന്ന് ബിശ്റുൽ ഹാഫിയെ കാണുമ്പോ നാട്ടുകാരെ ആദരിക്കുന്നു, നാട്ടുകാര് വീട്ടിലേക്ക് സൽക്കരിക്കുകയാണോ? അത് എല്ലാവരും കൊതിക്കുന്നു. മഹാനായ ബിശ്ർ ഞങ്ങളെ വീട്ടിലേക്കൊന്ന് വന്നിരുന്നെങ്കിൽ ആ വീട്ടില് ബറക്കത്ത് കിട്ടുമല്ലോ, ആ വീട്ടില് റഹ്മത്ത് ലഭിക്കുമല്ലോ. അതേ നാട്ടുകാരെ കർഷകന്മാരായ ആളാ. ഓരോ ദിവസവും കർഷകന്മാര് ചെന്ന് ബിശ്റുൽ ഹാഫിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ഒരു ദിവസം ഒരു കർഷകൻ ചെല്ലുന്നു ബിശ്റുൽ ഹാഫിയുടെ അടുക്കൽ. ബിശ്റുൽ ഹാഫിക്ക് അള്ള കൊടുത്ത സ്ഥാനം പറയാനാ പറയുന്നത്. അവിടുന്ന് ഒരു കർഷകൻ ചെല്ലുന്നു. എന്നിട്ട് ബിശ്റുൽ ഹാഫിയോട് പറയുന്നു, അല്ലയോ തങ്ങളെ, അങ്ങല്ല വീട്ടിലേക്കൊന്ന് വരണോ? അങ്ങനെ ഞാൻ സൽക്കരിക്കാൻ വല്ലാതെ ആഗ്രഹിക്കുകയാണോ? ബിശ്റുൽ ഹാഫിയും ശിഷ്യന്മാരും വരാമെന്ന് ഏൽക്കുന്നു. എന്നാൽ ആ ബിശ്ർ തങ്ങൾക്ക് കൈപ്പക്ക എന്ന് പറയുന്നത് പോലെ ഇഷ്ടമുള്ള വിഭവമാണ്. ആ കർഷകനതാ ബിശ്റുൽ ഹാഫി വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ ദിവസം തന്റെ കൃഷിയിടത്തിലേക്ക് അങ്ങ് ചെല്ലുന്നു. പാകമായ കൈപ്പക്ക പറിക്കാൻ വേണ്ടി ചെന്നതാ. നോക്കുമ്പോ പാകമായ കൈപ്പക്ക തന്റെ തോട്ടത്തിൽ വളരെ കുറവാണോ? എന്നാൽ തന്റെ സഹോദരന്റെ തോട്ടത്തിലോ ധാരാളം കൈപ്പക്കകളുണ്ടോ? പാകമായി കിടക്കുന്നു. തൽക്കാലം ആ സഹോദരനോട് പിന്നെ എന്ന് കരുതിയിട്ട് സമ്മതം ചോദിക്കാതെ ആ സഹോദരന്റെ തോട്ടത്തിൽ നിന്ന് അല്പം കൈപ്പക്ക പറിക്കുകയാണോ? സ്വന്തം തോട്ടത്തിൽ നിന്ന് പാകമായ കുറച്ചും പറിച്ചെടുക്കുന്നു. അങ്ങനെ ബിശ്റുൽ ഹാഫിക്ക് അതേ നന്നായി അങ്ങ് പാകം ചെയ്തു കൊടുക്കുന്നു. ബിശ്റുൽ ഹാഫിയും ശിഷ്യന്മാരോ കർഷകന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരികയാണ്. അവിടുന്ന് ബിശ്റുൽ ഹാഫി ഭക്ഷണത്തിന്റെ മുന്നിലങ്ങിരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് ചെയ്യുന്ന പണി എന്താണെന്നറിയുമോ? ആ കൈപ്പക്കയിലേക്ക് അങ്ങ് കൈവെക്കുകയാണ്. അതിൽ നിന്ന് ഒരു കഷ്ണമങ്ങ് എടുക്കുന്നു. എന്നിട്ട് ശിഷ്യന്മാരോട് പറയുന്നു, ഹാദാ ഹലാൽ. ഓ ശിഷ്യന്മാരെ, ഇത് ഹലാലായ ഭാഗമാണ്, നിങ്ങൾ കഴിച്ചോളൂ. മറ്റൊരു കഷ്ണം അങ്ങ് എടുക്കുകയാണ്. അവിടുന്ന് പറയുന്നു, ഹാദാ ഹറാം. ഇത് ഹറാമായ ഭാഗമാ, കഴിക്കാൻ പാടില്ല കേട്ടോ. ശിഷ്യന്മാരെ അത്ഭുതത്തോടെ കർഷകന്റെ മുഖത്തേക്ക് നോക്കുന്നു. എന്തേ ഹറാമായ ഭക്ഷണമാണോ നിങ്ങൾ തങ്ങളെ സൽക്കരിക്കാൻ തയ്യാറാക്കിയതോ? അപ്പോഴാണ് ആ കർഷകൻ അതിന്റെ രഹസ്യം പറഞ്ഞതോ. ഞാൻ എൻ്റെ തോട്ടത്തിൽ നിന്നോ പാകമായ അല്പം ചില കൈപ്പക്കകൾ പറിച്ചു. അതോടുകൂടെ എൻ്റെ സഹോദരന്റെ തോട്ടത്തിൽ നിന്നോ പിന്നീട് സമ്മതം പറയാമല്ലോ എന്ന് കരുതി പറിച്ചതാണോ? അതിനെക്കുറിച്ചാണ് മഹാനായ ഉസ്താദോ മഹാനായ ബിശ്റുൽ ഹാഫി അതേ കറി വെച്ച പാകമാക്കിയ കൈപ്പക്കയിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു, ഹാദാ ഹലാൽ വഹാദാ ഹറാം. ഈ മഹത്വം മഹാനായ ബിശ്റുൽ ഹാഫിക്കോ എന്തുകൊണ്ട് കിട്ടിയതാണെന്ന് അറിയുമോ? തഅ്ളീമു മാ അല്ലമല്ലാഹ്. അല്ലാഹു ബഹുമാനിച്ച പേരിനെ ബഹുമാനിച്ച ആളാണ് ബിശ്റുൽ ഹാഫി.
അതേ പാകമായ കൈപ്പക്കയിലേക്ക് നോക്കിയിട്ടോ ഇത് ഹറാമാണോ ഹലാലാണോ ഇത് പറയാനുള്ള യോഗ്യത, അത് പറയാനുള്ള സ്ഥാനമെന്ന് പറഞ്ഞാൽ അത് അല്ലാഹു ആർക്ക് കൊടുക്കുന്ന സ്ഥാനമാണെന്നറിയുമോ? ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹുൻ നാളിറുന. അല്ലാഹുവിൽ ആരിഫീങ്ങളായ ആളുകളുടെ പ്രത്യേകതയാണ് ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ